എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ രാത്രി ഡിന്നറിനോ അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു ചേരുവകളെല്ലാം തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ. ഈ ഒരു ചേരുവകളെല്ലാം ചേർക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ്. 125 ml കപ്പിൽ 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടത്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇതുപോലെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് മീഡിയം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വേവിച്ചെടുത്ത് ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം. നന്നായിട്ട് വേഗണം കേട്ടോ. നല്ല പോലെ തന്നെ ഒട്ടും തന്നെ കട്ടകളൊന്നും കാണാൻ പാടില്ല. ഇനി നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറിയതാക്കി എരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കുഴച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം ചേർക്കണ്ട. ഒരു ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മാത്രം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു കറക്റ്റ് പാകത്തിന് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിലൊരു ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം വരത്തില്ല. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചിട്ട് എടുക്കുക. കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയോ അല്ലെങ്കിൽ ഓയിലോ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാണല്ലോ ഇതുപോലെ സോഫ്റ്റ് ആക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവർ സോഫ്റ്റ് ആയിട്ട് ഇത് കുഴക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മീഡിയം സോഫ്റ്റ് ആക്കി നമ്മൾ ഇതുപോലെ കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മാത്രം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം വെള്ളം കുഴക്കാൻ എടുത്തിരുന്നു. കണ്ടില്ലേ, എനിക്കിപ്പോൾ അത്രയും വെള്ളം ആവശ്യം വന്നിട്ടില്ല. അപ്പം നിങ്ങളും കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുഴച്ചിട്ടെടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഒരു ഉരുളക്കിഴങ്ങിനനുസരിച്ചാണ് നമുക്ക് ഇതിലേക്ക് എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അത്യാവശ്യം ഇതുപോലെ മാവെടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിലൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടിയൊന്ന് തൂക്കുക. എന്നിട്ട് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്തിരി അങ്ങനെ നൈസാക്കാതെ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് നമ്മൾ പരത്തിയിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കുക. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ സ്ക്വയർ ആക്കി ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ലെയറുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്നാക്കി കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചുട്ടിട്ടെടുക്കുന്നത്. നെയ്യിൽ ചുട്ടിട്ടെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നെയ്യാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇത് കണ്ടില്ല, ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വെക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ആവി കയറി ആ ഒരു ലെയറുകളെല്ലാം വേകണം. അപ്പോൾ ആ ഒരു സമയം കൊടുത്ത് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കരുത്. ഉൾവശം നമുക്ക് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഉൾവശമൊക്കെ നല്ല പോലെ തന്നെ വേകുന്ന രീതിയിൽ ഞാനിന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഈ ഒരു ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു ഗോതമ്പ് പൊടിയിൽ കുറച്ചൊരു പാൽപ്പൊടി ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുപോലെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.